എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് വെൽക്കം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു സാറ്റർഡേ വ്ളോഗാണ്. യൂഷ്വലി എൻ്റെ ഹസ്ബൻഡിന് സാറ്റർഡേസിൽ ലീവാണ്. അപ്പോൾ ഈ സാറ്റർഡേ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി മക്കളൊക്കെ ഒന്ന് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ലഞ്ച് എല്ലാതും ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ സോസേജും പിന്നെ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി ഉണ്ടായിരുന്നു, അത് രണ്ടുമാണ് ഉണ്ടാക്കിയത്. പിന്നെ ഉച്ചക്കത്തുള്ള കാര്യങ്ങളും മോർണിംഗിൽ തന്നെ നമ്മൾ ചെയ്തെടുത്ത്, കാരണം നമുക്കൊരു 2 മണിയോടുകൂടി ഇറങ്ങണം, എന്നാലാണ് നമുക്ക് പോണ സ്ഥലത്ത് നല്ല അടിപൊളി സ്പോട്ട് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ സോസേജൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് മസാല ആക്കണം, അതിൻ്റെ പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ മീനൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു, അത് മസാലയൊക്കെ തേച്ച് നമ്മൾ ഉച്ചക്കത്തേക്കുള്ളതും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് നമ്മൾ പോകാൻ വിചാരിക്കുന്നത് ഒരു BBQ സെറ്റപ്പിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള രീതിയിലാണ് പോണത്. അപ്പോൾ നമ്മൾ അതിനുള്ള ചിക്കൻ ഇവിടെ റെഡി ആക്കിയിട്ട് കൊണ്ടുപോകാണ്. ഈ ഒരു പരിപാടിയില്ലേ, നമ്മുടെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത്, അത് നമ്മൾ തലേ ദിവസം തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. പക്ഷേ നമ്മൾ ഇന്നലെ രാത്രി പുറത്ത് പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റായി, അപ്പോൾ ഇതിനൊന്നും സമയം കിട്ടില്ല. അതാണ് നമ്മൾ രാവിലെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഇതൊക്കെ രാത്രി തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇതാ നല്ല അടിപൊളി പച്ചമസാലയിൽ ചിക്കൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ്. അങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് ഇനി പോകാൻ നേരത്തെ നമ്മളിത് എടുക്കുള്ളൂ, അതുവരെ ഫ്രീസറിലാണ്. അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഉച്ചക്കുള്ള കാര്യം ചെയ്യണം. ലഞ്ചും അതേ കുറച്ച് സിമ്പിളാക്കിയിട്ടാണ് ചെയ്തത്. കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ചോറായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കൂട്ടാൻ ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, അതുപോലെ തക്കാളി ചട്നിയും പിന്നെ മീൻ പൊരിച്ചതും. ഇത്രയാണ് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് വേറെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് കുക്കിങ്ങും നമുക്ക് പോകാനുള്ള കാര്യങ്ങൾ മാത്രം റെഡിയാക്കിയിട്ടുള്ളൂ. അതുപോലെ റൂം ക്ലീൻ ചെയ്യൽ, കുറേ വാഷ് ചെയ്യാനുണ്ട്, അതൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നാളെ കൂടി സൺഡേയും കൂടി കഴിഞ്ഞാൽ മൺഡേ മുതൽ നമ്മൾ ബാക്ക് ടു നോർമൽ റൂട്ടീനാണ്. അപ്പോൾ അത് കാരണം അതൊക്കെ അവിടെ സ്കിപ്പ് ചെയ്തിട്ടിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തെടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാ ചിക്കൻ്റെ കൂടെ നമ്മൾ കഴിക്കാനുള്ള മയോണൈസും അതുപോലെ സലാഡും ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മക്കളൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയെടുത്ത് ഡ്രസ്സ് മാറ്റുന്നതിൽ കൂടെ തന്നെ ഒരു പെയർ ഡ്രസ്സ് ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ബീച്ച് സൈഡിലേക്കാണ് നമ്മൾ പോണത്, അത് കാരണം ഒരു പെയറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇതാ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി നമുക്ക് അവിടെ വേണ്ട സാധനങ്ങളെല്ലാം കാറിലാണ്, അതൊന്നും പുറത്തേക്ക് എടുത്തിട്ടില്ല. അത്യാവശ്യം വേണ്ട മാത്രം റൂമിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ സ്പോട്ടിലേക്ക് പോകണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോൾ കാറിൽ കയറി ക്യാമറ ഓണാക്കിയാലും ഇവൻ്റെ വക ഒരു കുത്ത് എന്നും കിട്ടാറുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ മംസാർ ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു BBQൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ ഒരു പാർക്ക് പോലെ, അതിൽ ഒരു ചെറിയ എൻട്രി ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ അതൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കടന്ന് നല്ലൊരു സ്പോട്ട് തപ്പി നടക്കുകയാണ്. അതിന് മുന്നേ തന്നെ എത്രയോ ആൾക്കാർ അവിടെ വന്നിട്ട് നല്ല നല്ല സ്പോട്ട് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ബീച്ച് സൈഡിലേക്ക് ഒരു വ്യൂ ഉള്ള നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ അവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് ഇതെന്തായാലും ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാനിങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോകാമെന്നല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ടെൻ്റ് അടിച്ചിട്ട് ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കും മക്കൾക്കും ഇതൊരു എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു.
അപ്പോൾ ഇതാ ചാർക്കോളിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല ലേറ്റ് ആക്കാനൊന്നും വിചാരിച്ചിട്ടില്ല, മക്കളൊക്കെ ഉള്ളതല്ലേ, രാത്രി നല്ല തണുപ്പുണ്ടാകും. അപ്പോൾ കാരണം നേരത്തെ തന്നെ പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ലായിക്ക് അവിടെ ചാർക്കോളും റെഡിയാക്കുമ്പോൾ ഞാൻ ജസ്റ്റ് മക്കളായിട്ടൊന്ന് ബീച്ചിലേക്ക് ഇറങ്ങി. അവിടെ ഒത്തിരി ആക്ടിവിറ്റീസും അതുപോലെ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ, നല്ല തണുപ്പാണ്. മക്കളായിട്ട് ഈ സമയത്ത് വെള്ളത്തിൽ ഇറങ്ങിയാൽ ശരിയാവില്ല. അപ്പോൾ അത് കാരണം അവിടുത്തെ പാർക്കിലും ഒക്കെ ഒന്ന് കളിപ്പിച്ച് ഞങ്ങൾ പോകുന്നു. അതിൻ്റെ ഇടയിൽ ഇത് ഐസറ ഒന്ന് വീണ് ചക്ക. ഇസ്രാനെ പറയുകയാണെങ്കിൽ ആൾ പെട്ടെന്ന് കരയും. ചെറിയ ചെറിയ സംഭവങ്ങൾ മതി കരയാനും അതുപോലെ സ്വഭാവം മാറാനും. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് ഐബക്ക്. അത്ര സഹിക്കാൻ പറ്റാത്ത വേദന ആയാൽ മാത്രമേ ആൾ കരയുള്ളൂ. അതുവരെ ആൾ കൂളാണ്. പക്ഷെ രണ്ടുപേരും ക്യാരക്ടർ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അവിടുന്ന് ഇതാ അത്യാവശ്യത്തിലേറെ മണ്ണിൽ കളിച്ചിട്ട് രണ്ടാളും ഞാൻ വാഷ്റൂമിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി കൊടുന്ന് ഇരുത്തിയിരിക്കുകയാണിത്. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് ഇനി മണ്ണിൽ ഇറങ്ങാൻ പാടുള്ളൂ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് രണ്ടാളും. ചിക്കൻ ശല്യപ്പെടുത്താണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടുപേരും ഇതാ മണ്ണിലേക്ക് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫാമിലീസ് ആ നേരത്ത് വന്നിട്ട് തുടങ്ങുന്നുള്ളൂ, ചാർക്കോളൊക്കെ അവർ സെറ്റാക്കുന്നുള്ളൂ ആ നേരത്ത്. പക്ഷെ നമ്മൾ എല്ലാം കഴിഞ്ഞ് പോകാനുള്ളൊരു സെറ്റപ്പ് നോക്കുകയാണ്. അവിടെ ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് നമ്മൾ പോകാനുള്ള ഒരു രീതിയിലിരിക്കുകയാണ്. അപ്പോൾ എല്ലതും അഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കാണ് പോകാനുള്ളത്. തൊട്ടടുത്ത് തന്നെ ഒരു വാഷ്റൂമും ഷവർ ഏരിയ ഉണ്ട്, ബീച്ചായതുകൊണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. അവിടെ പോയി ഷവർ ഏരിയയിൽ പോയി രണ്ടുപേരും നന്നായി കുളിപ്പിച്ചെടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് അവിടുന്ന് പോയത്. പിന്നെ അത് ഇസ്രായുടെ സ്വഭാവം പിന്നെ മാറിയിട്ടുണ്ട്. പിന്നെ ഐബക്കിന് പിന്നെ എവിടെ പോയാലും അവനക്ക് കളിക്കാൻ ഫ്രണ്ട്സ് ഉണ്ടാവും. അവൻ ആ രീതിയിൽ പോയിക്കോളും, അവൻ അങ്ങനെ ഉണ്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഒരു 7 മണിയോട് കൂടി നമ്മൾ അവിടെ നിന്ന് നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ വീഡിയോസായിട്ട് വരുന്നുണ്ട്. അതുവരേക്കും ബൈ.